ഇന്നൊരു ഗാർഡൻ വീഡിയോ ഒന്നും ഇല്ല കേട്ടോ. നമ്മുടെ വീടിന്റെ തൊട്ട് സൈഡിലുള്ള പറമ്പിൽ നിൽക്കുന്ന ഒരു ചെടിയാണ്. ഈ ചെടി ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാവുന്നതാണ്. നമ്മുടെ എരിക്കാണ്. എരിക്കിന്റെ ചെടി എന്ന് പറയാൻ പറ്റില്ല, എരിക്കിന്റെ ഒരു കാടാണ് ഇവിടെ. പക്ഷേ ഇത് നമ്മുടെ കണ്ണിൽ അങ്ങനെ പെട്ടിട്ടുണ്ടാവില്ല. ആവശ്യങ്ങൾക്ക് മാത്രമാണ് നമ്മൾ ഈ ഒരു പരിസരത്തോട്ട് പോകാറ്. പിന്നെ ഇത് ഞാൻ ഇന്ന് കാണിക്കാൻ കാര്യം ഇതാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള തീം. ഇത് നമ്മുടെ അപ്പൂപ്പൻ താടിയാണോ എന്നാണ് എനിക്കറിയേണ്ടത്. കുറച്ച് ദിവസമായിട്ട് നമ്മുടെ പറമ്പ് മൊത്തം ഈ ഒരു സാധനമാണ്. പക്ഷേ ഇത് എവിടെ നിന്നാണെന്ന് അറിയില്ലായിരുന്നു. അപ്പോഴാണ് ഇന്ന് വൈകുന്നേരം ഞാനിത് കാണുന്നത്. ഞാനിത് ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ ശരിക്കുമുള്ള അപ്പൂപ്പൻ താടിയുടെ മരം ഇതല്ല എന്നാണ് പറയുന്നത്. പക്ഷേ എരിക്കിൻ്റെ കായ വിടർന്ന് വരുമ്പോഴും നമുക്ക് ഇങ്ങനത്തെ അപ്പൂപ്പൻ താടി പോലത്തെ സാധനമാണ് കാണുന്നത്. ഇതുപോലെ തന്നെയാണ് കേട്ടോ നമ്മുടെ അടീന്യത്തിൻ്റെ കുരു, അതിൻ്റെ സീഡ് നിൽക്കുന്നത് ഇതേപോലത്തെ ഒരു അപ്പൂപ്പൻ താടിയിലാണ്. ശരിക്കും ഇതാണോ അപ്പൂപ്പൻ താടി മരം? ഒന്നറിയാവുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യേ. ഇതിൻ്റെ ഷെല്ലൊക്കെ ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണ്. നല്ല ഭംഗി എന്ന് പറഞ്ഞാൽ നമുക്കത് കയ്യിലെടുക്കുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ. ഇങ്ങനെ ഞാൻ ഈ ആവേശമൂത്ത് ഞാൻ വേറൊരു പച്ച കായം കൂടെ പൊളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് നല്ല കറയായിട്ടാണ് ഇരുന്നത്. നമ്മളിങ്ങനെ ഡ്രൈ ആയിട്ടുള്ള കായ പൊളിക്കുമ്പോൾ തന്നെ അതിനകത്ത് നിറയെ ഈ ഇൻസെക്ട്സ് ആയിരിക്കും ഉണ്ടാവുക. അതിൻ്റെ ഈ കായൊക്കെ തിന്നാൻ വരുന്നതായിരിക്കും. എരിക്കിന് കുറേ ഗുണങ്ങളുണ്ട്. അത് ഞാൻ പറയാണ്ട് തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എരിക്കിൻ്റെ പൂവും കായും വേരും അതിൻ്റെ ഇലയും എല്ലാം ഔഷധ ഗുണങ്ങളുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ ഇല ഒന്ന് ചൂടാക്കി നമ്മൾ നീരുള്ള സ്ഥലത്തൊക്കെ വെച്ചാൽ നീര് വലിയുമെന്നും അതുപോലെ തന്നെ ഈ ഇല നമ്മൾ അരിഞ്ഞ് കിഴി കെട്ടാൻ ഉപയോഗിക്കുമെന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. എരിക്കിൻ്റെ മറ്റു ഉപയോഗങ്ങളൊക്കെ അറിയാവുന്നവരുണ്ടെങ്കിൽ ഈ കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ഇടണേ, ബാക്കിയുള്ളവർക്കും കൂടെ അറിയാൻ പറ്റും. അതുപോലെ തന്നെ എരിക്കിൻ്റെ ഈ ചെടി നമ്മൾ എപ്പോൾ നോക്കിയാലും അതിൻ്റെ ലീഫിൻ്റെ അടിയിൽ 1-2 പ്യൂപ്പാസ് ഉണ്ടാവും. എപ്പോഴും ഇതിനകത്ത് ബട്ടർഫ്ലൈസും ഉണ്ടാവും. നമ്മൾ രാവിലെയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഇൻസെക്ട്സിനെ പിടിച്ച് തിന്നാനായിട്ട് കുഞ്ഞു കുഞ്ഞു കുരുവികളൊക്കെ ഉണ്ടാവും കേട്ടോ ഇവിടെ. അത്യാവശ്യം നല്ല വലിയൊരു പ്ലാന്റാണ്. അതുപോലെ തന്നെ വലിയ ലീഫുമാണ് ഇതിനുള്ളത്. അപ്പം ഇതിനെ പറ്റിയുള്ള കാര്യങ്ങളും ഡീറ്റെയിൽസും ഒക്കെ അറിയാവുന്നവർ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഇട്ടോളൂ.